ഹായ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് വന്നിരിക്കുന്നത് ലെവൽ ക്രോസ് റിവ്യൂലോട്ടാണ്. ഇത് ഞാൻ രാവിലെ കണ്ടതാണ്, കുറച്ച് ലേറ്റായി. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പം 12:15 രാത്രി 12:15 കഴിഞ്ഞിട്ടുണ്ട്. റിവ്യൂ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ഇതും കൂടെ കാണുക. ഡയറക്ടർ അർഫാസ് അയ്യൂബ്, മ്യൂസിക് വിശാൽ ചന്ദ്രശേഖർ, എഡിറ്റർ എടുത്തു പറയേണ്ടതാണ് ദീപു ജോസഫ്, പിന്നെ സിനിമാറ്റോഗ്രാഫി ക്യാമറാമാൻ അപ്പു പ്രഭാകർ, സ്റ്റാറിങ് ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ. ഇവർ മൂന്നും. ഈ ആസിഫ് അലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി, രമേശ് നാരായണൻ വിഷയത്തിന് ശേഷം ഇറങ്ങുന്ന ആസിഫ് അലിയുടെ സിനിമയാണ്. ആ വിഷയത്തിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ വീഡിയോയുടെ അവസാനം അതും കൂട്ടിച്ചേർക്കുന്നതായിരിക്കും. ഈ ആസിഫ് അലിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സീനിലായാലും നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആസിഫ് അലിയുടെ ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത്. പക്ഷേ ഒരു പ്രൊമോഷൻ ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു ആക്ടറാണ്. പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ പുള്ളിയുടെ സിനിമ നല്ല രീതിയിൽ ഇഷ്ടമാണ്. ഈ കെട്ടിയോളൻ്റെ മാലാഖ 2018 ഈ പടത്തിലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതുപോലെ പുള്ളിയുടെ കാര്യം പറഞ്ഞിട്ട് വിട്ട് നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ആക്കുന്നില്ല, അതാണ് കുഴപ്പം. പക്ഷേ ഇപ്പം പുള്ളിക്ക് ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റോള് നല്ല രീതിയിൽ കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമല പോൾ ഒത്തിരി നാളുകൊണ്ട് മലയാളത്തിൽ, തെലുങ്കിലും ഒക്കെ ആയിരുന്നു, തമിഴിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ മലയാളത്തിലൊക്കെ വന്നൊക്കെ പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഷറഫുദ്ദീനാണെങ്കിൽ കോമഡി രീതിയിലാണ് എല്ലാവരും അറിയാറുള്ളത്. പക്ഷേ നമ്മുടെ 5ാം പാതിരയ്ക്കകത്ത് ഒരു സീനുണ്ട്, അത് കഴിഞ്ഞ് പുള്ളി പിന്നെയും ഒരു വലിയ വല്ലാത്ത പടത്തിനൊക്കെ തലവെച്ച് കൊടുത്ത് കുളമാക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ 3 പേരുടെയും എനിക്ക് ഇതുപോലത്തെ സിനിമകൾ നല്ല ഇഷ്ടം. അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വെച്ച് ചെയ്യുന്ന പടങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ നേരത്തെ ഇതുപോലത്തെ സിനിമ ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമയ്ക്കകത്തൊക്കെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എടുത്തു പറയുകയാണെങ്കിൽ കോസ്റ്റവേ, പിന്നെ 127 ഹവർ എന്ന് പറഞ്ഞൊരു പടമൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടം. അതായത് ഒരു സിംഗിൾ ലൊക്കേഷൻ വെച്ച് കാണിക്കുന്നത്. പിന്നെ ഈ ആടുജീവിതം, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആടുജീവിതം, പിന്നെ ഇപ്പം തമിഴിൽ ബീസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ കില്ല്. ഈ ബീസ്റ്റ് കില്ല് പോലൊക്കെ കാണിച്ചായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു കോമഡി കാണിച്ചിട്ടാണ് പോയത്, അത് പോട്ടെ. ഇതിനകത്തോട്ട് വരുവാണെങ്കിൽ തുടക്കം ഒരു നോർമലി ആസിഫ് അലിയുടെ ക്യാരക്ടറിൻ്റെ പേരാണ് രഘു എന്ന് പറയുന്നത്. രഘു പുള്ളി ഒരു റെയിൽവേ ഗേറ്റ് മാനാണ്. സമയത്ത് ഒരു പെണ്ണ്, അതായത് അമലാപ്പോൾ ട്രെയിനിൽ നിന്ന് വീണ് കിടക്കുന്നതാണ്. അങ്ങനെ അതുമായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ അത് നമുക്ക് ഒരു രീതിയിലും ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല ബ്രില്യൻ്റായിട്ട് ഡയറക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല രീതി ചെയ്തിട്ടുണ്ട് അർഫാസ് അയ്യൂബ്. പിന്നെ ഇതേപോലത്തെ പടം എടുക്കുന്നത് നേരത്തെ അറിയാമല്ലോ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിനകത്തൊക്കെ അറിയാം. ഒരു സീൻ തന്നെ തീരണമെങ്കിൽ ഒരു സിനിമയുടെ ദൈർഘ്യം തോന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചിലപ്പം ആശാരിപ്പണിക്കാരുടെ ശബ്ദം, ചെണ്ട കൂട്ടുന്ന ശബ്ദം, ആരെങ്കിലും തുമ്മുന്ന ശബ്ദം, പിന്നെ ഇങ്ങനെ വിടുന്ന ശബ്ദം, അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് ഓരോ രീതിയിൽ. നാച്ചുറലായിട്ടൊക്കെ കേൾപ്പിക്കുന്ന അവരുടെ പടങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് അതേപോലെ സൗണ്ട് മിക്സിംഗ് ഒക്കെ ഞാൻ പറയും, മ്യൂസിക്കിനകത്ത് സൗണ്ട് മിക്സിംഗ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വിശാൽ ചന്ദ്രശേഖർ. അതിനകത്ത് കൂടുതലും കാറ്റ് വീശുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ ട്രെയിനിൻ്റെ ശബ്ദങ്ങൾ, ട്രെയിൻ കാണിക്കാതെ നമ്മൾ ശബ്ദം പോകുന്ന അങ്ങന്ന് ദൂരെ നിന്ന് വരുന്ന അടുത്തുനിന്ന് ഇങ്ങനെ പോകുന്ന രീതിയൊക്കെ കൊണ്ടല്ലോ. അപ്പോൾ ആ രീതിയൊക്കെ വെച്ച് നല്ല രീതിയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെല്ലായിട്ട് വരുന്ന ഒരു പഞ്ചുണ്ട്, ഇൻ്റർവെല്ലിൽ വരുന്ന ഒരു ഇതുണ്ട്, ട്വിസ്റ്റ് പോലെ ഉണ്ട്. പക്ഷെ അത് കൊള്ളാം, നമുക്ക് അടുത്തതും കൂടെ കാണാനുള്ള ഒരു ഇത് തോന്നും. പിന്നെ ഇതിനകത്ത് കൂടുതലും കൺഫ്യൂസ് ആക്കിയാണ് കഥ പോയേക്കുന്നത്. പിന്നെ ലോജിക്ക് ഇല്ലായ്മയൊക്കെ ഉണ്ട്. അതൊന്നും വകവെക്കണ്ട, നമുക്ക് കണ്ടോണ്ട് ബോറടിക്കാതെ കണ്ട് തീർക്കാം. അപ്പോൾ അതേപോലെ ഇത് എല്ലാവർക്കും ഈ പടം വർക്കാവണമെന്നില്ല. ഈ അടിച്ചുപൊളി പാട്ട്, ഡാൻസ്, ആക്ഷൻ ഇതൊക്കെ കാണുന്നവർക്ക് ഇതുപോലത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ ചുമ്മാതെ നമുക്കൊരു നോർമലി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ, മേക്കിംഗ് ഒക്കെ വെച്ച് നല്ലോണം കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് ലെവൽ ക്രോസ് എനിക്ക് തോന്നിയത്. ആസിഫ് അലിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു, രമേശ് നാരായണനുമായിട്ടുള്ള, നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇത് ആസിഫ് അലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയുടെ കാര്യമായതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറയാമെന്ന് വിചാരിച്ച്. രമേശ് നാരായണൻ പുള്ളിക്കാരൻ ആരാണെന്ന് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് നോക്കുകയാണെങ്കിൽ ആർക്കും അറിയത്തില്ല. എനിക്ക് തന്നെ മ്യൂസിക് ഡയറക്ടറാണെന്ന് അറിയാം, പക്ഷേ പുള്ളി അത്ര രീതിയിൽ എനിക്ക് അറിയത്തില്ല. പിന്നെ പുള്ളി ആസിഫ് അലി അവാർഡ് കൊടുത്തപ്പം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഒരുമാതിരി എന്തൊരു പുച്ഛത്തോടെ നോക്കിയൊന്നുമില്ല, ആസിഫ് അലി പോലും നോക്കിയില്ല. പുള്ളിയെടുത്ത് ആക്കി, എന്ന് വെച്ചാൽ നമ്മളായാലും അത് ചമ്മിപ്പോവും. അതേപോലെ ഉള്ള രീതിയാണ് പുള്ളിയെ കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ആർക്കും വേണ്ടാത്ത ഡയറക്ടർ ജയരാജിനെ വിളിച്ചാണ് അവാർഡ് കൊടുത്തത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന കുറച്ച് ആൾക്കാരാണ്. എന്നിട്ട് അത് വിവാദമായി കഴിഞ്ഞപ്പം വേറൊരു മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് പറഞ്ഞാൽ ശരത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. പണ്ട്
പഴയ സ്റ്റാർ സിംഗറിനകത്ത് ജഡ്ജസ് ആയിട്ടിരുന്ന ഒരു പുള്ളിക്കാരുണ്ട്, ശരത്. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ 2007 ഞാനിത് ഇതുപോലത്തെ ഷോയൊന്നും കാണത്തില്ല. ഏഷ്യാനെറ്റിൽ ആൾക്കാരെ അടിച്ചു മാറ്റില്ല ഉള്ളതെന്ന് വെച്ചാൽ നോർത്തിലെ ഷോ മൊത്തം, ഹിന്ദി ഷോ മൊത്തം അടിച്ചു മാറ്റി കൊണ്ടുവന്ന് മലയാളത്തിൽ കൊണ്ടുവന്നിട്ട് വ്യൂസ് ഉണ്ടാക്കുക. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ്റെ സ്വന്തമായിട്ട് കഴിവില്ല, അതാണ് കാര്യം. അപ്പോൾ ആ സമയത്ത് 2007 ശരത്ത് ഒരു ബബിൾക്കം ചോദിച്ചുകൊണ്ടാണ് പുള്ളിയൊക്കെ ഇരിക്കുന്നത്. സംഗതി പോരാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് തള്ളാറുണ്ട്. അപ്പം പുള്ളി ആ സമയത്താണ് ഞാനത് കാണാൻ തയ്യാറായെന്ന് പറഞ്ഞാൽ അന്നത്തെ, അതായത് 2007 ആണെന്ന് തോന്നുന്നു കണ്ടസ്റ്റ് സന്നിധാനത്തിനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു ഡാൻസ് കണ്ട് നമ്മൾ ഈ പരസ്യത്തിലൊക്കെ ആടിലൊക്കെ കണ്ട് അങ്ങനെ ഏതാണെന്ന് തോന്നുന്നു ധനുഷിൻ്റെ ഒരു പാട്ടിനകത്ത് റാസ പാട്ട് ഇവരും മറ്റേ ദുർഗയും കൂടെ പാടുന്നതായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് അന്നാണ് പുള്ളിക്കാരനെ ശ്രദ്ധിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സന്നിധാനത്തല്ല, ആ സമയത്തുള്ള സന്നിധാനത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരൻ ഉണ്ടായിട്ടാണ്. പുള്ളിക്കാരൻ്റെ പാട്ട് മാത്രമേ ഞാൻ കാണത്തുള്ളായിരുന്നു, നോക്കിയിരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടാണ് ഈ പുള്ളിക്കാരനെ പറഞ്ഞത് ശരത്ത്. പുള്ളിക്കാരൻ മൂഡ്, അതായത് രമേശ് നാരായണൻ്റെ മൂഡ് താങ്ങിയ പുള്ളിക്കാരൻ്റെ തെറ്റൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ഇത് കിടക്കുന്ന കണ്ടായിരുന്നു, മൂഡ് താങ്ങൽ. പിന്നെ ഇതിനകത്ത് വേറെ ഒരു എപ്പിസോഡ്, വേറെ ഒരു വർഷത്തെ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് സുധീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് വർഷമെന്ന് എനിക്കറിയത്തില്ല. 2009 മത്സരാർത്ഥിയാണെന്ന് തോന്നുന്നത് സുധീഷ്. പുള്ളിക്കാരൻ അതുപോലെ കൂടുതലും പോയിട്ടൊന്നുമില്ല. പിന്നെ ഈ രമേശ് നാരായണനെയും ശരത്തിൻ്റെ അടുത്തും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അന്നത്തെ മത്സരാർത്ഥി, അതായത് 2007 ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു, ഹിഷാം എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അന്നത്തെ വിന്നർ എന്ന് പറഞ്ഞാൽ നജീമാന്ന് തോന്നുന്നു. പക്ഷേ ഇവരെക്കാട്ടിലൊക്കെ മേളി ഇപ്പം ഹിഷാം പോയിട്ടുണ്ട്. അതായത് തെലുങ്കിലെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഇവരെയൊന്നും ആർക്കും അറിയത്തില്ല ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക്. എന്നിട്ട് ഇവർ കിടന്ന് ഉണ്ടാക്കുക. ഇവരെയൊക്കെ വെച്ച് നോക്കുമെങ്കിൽ ആസിഫ് അലിയൊക്കെ രാജാവ്. ആസിഫ് അലിയുടെ കയ്യിൽ നിന്നൊക്കെ ഈ രമേശ് നാരായണൻ അവാർഡ് മേടിച്ചതെന്നൊക്കെ പറയുവാണെങ്കിൽ അത് ഒരു അഭിമാനമായിട്ട് കരുതണം, അല്ലാതെ അത് ഉപേക്ഷിച്ചേക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് നോക്കുന്ന ഈ രമേശ് നാരായണൻ ആരാന്ന്, യുവതലമുറ എന്ന് ഉദ്ദേശിച്ചത് കൊച്ചു പിള്ളേരുടെ കാര്യം പറയുക. ഇതാരാന്ന് പോലും, ഇതാരാ ഈ താടിക്കാരെന്ന് തോന്നിപ്പോവും. അത്രയും പോപ്പുലറേ ഉള്ളൂ. നിങ്ങൾ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അഭിമാനമായിരിക്കും. എന്നിട്ട് നിങ്ങളത് പുച്ഛിച്ച് എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു തള്ളുന്നത്. അത് പോട്ടെ. എന്തായാലും ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് ചേർത്തത്. അപ്പം ലെവൽ ക്രോസ് എനിക്ക് നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റി. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് നല്ലോണം വർക്കായ ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.